മനുഷ്യന്റെ ജീവിതം വിശ്വാസം, വിശ്വാസത്തിന്റെ അന്തമായ പ്രത്യാശ എന്നീ കാര്യങ്ങളെക്കുറിച്ച് നാം ദൈവത്തിന്റെ വചനത്തെ ആധാരമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കാര്യം കഴിഞ്ഞ പാഠങ്ങളിൽ വചനത്തെ ആസ്പദമാക്കിയിട്ട് മനസ്സിലായി. മനുഷ്യൻ മരിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോകാൻ കഴിയും. അതിന് ഈ മനുഷ്യനെ പോലെ തന്നെ ഒരു രൂപം, ആത്മീയ രൂപമുണ്ട്. അതിന് ഒരു ശരീരം ഉണ്ട്. അതിന് സംസാരിപ്പാൻ കഴിയാവുന്ന ആത്മാവുണ്ട്. അതിന് സാധിക്കാത്ത ആത്മാക്കളുണ്ട്. ഈ ആത്മാവിന് കേൾക്കാൻ കഴിയും. ഈ ആത്മാവ് സുഖദുഃഖങ്ങളെ അനുഭവിപ്പാൻ സാധിക്കും. എന്നീ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ കൂടി ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ ആത്മാവിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ചാണ്. എന്താണ് ആത്മാവെന്നുള്ളത്? അതിന് സംസാരിപ്പാൻ കഴിയും, അങ്ങനെ രൂപമുണ്ട്, ശരീരമുണ്ടെന്നുള്ളത് പഠിക്കുമ്പോൾ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? എന്താണ് ഇതിൻ്റെ സത്ത? എന്താണ് ഇതിന് സംഭവിക്കുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചെറിയ രീതിയിൽ ചിന്തിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത് പ്രകാരമാണ്: പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന നിങ്ങളുടെ ആത്മാവ്. അപ്പോൾ ഈ ആത്മാവെന്ന് പറയുന്നത് പ്രവാസിയാണ്, പരദേശിയാണ്. ആത്മാവെന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ദേഹിയാണ്. യഥാർത്ഥ വേർഡ് ദേഹി എന്നാണ്, ഇംഗ്ലീഷിൽ സോൾ എന്നാണ്. അപ്പോൾ ഈ ദേഹി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ പരദേശിയായിട്ട് വസിക്കുന്നതാണ്. മനുഷ്യൻ്റെ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിട്ടുള്ളതും, അതായത് ആദ്യ ഭാഗം അമ്മയിൽ നിന്നും ശേഷിക്കുന്ന വളർച്ചയ്ക്കുള്ളത് ഈ ഭൂമിയിൽ നിന്ന് ആഹാരത്തിൽ കൂടിയും പാനീയത്തിൽ കൂടിയും പ്രാപിക്കുന്നതാണ്. ഇത് നമ്മൾ ശരീരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു. ഈ ആത്മാവ് പ്രവാസിയും പരദേശിയും എന്ന് പറയുമ്പോൾ ഈ ആത്മാവിൻ്റെ സ്വദേശം എവിടെയാണ്? പ്രവാസി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് പ്രവാസികളായിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അവർ പരദേശികളുമാണ്. അവരുടെയൊക്കെയും സ്വദേശം നമ്മുടെ ഈ രാജ്യമാണ്. അവിടെ അവർ പ്രവാസികളും പരദേശികളുമായിരിക്കുന്നു എന്നർത്ഥം. ഇതുപോലെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ് പ്രവാസിയും പരദേശിയുമാണെങ്കിൽ അവരുടെ സ്വദേശം എവിടെയാണ്? ഇത് നമ്മൾ യേശു എന്ന മനുഷ്യനോട് ചേർത്ത് പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. യേശു എന്ന മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ മറ്റു മനുഷ്യരെ പോലെ തന്നെ ഉണ്ട്. ഇതിൽ പ്രവാസിയും പരദേശിയും എന്ന് നമ്മൾ മനുഷ്യരുടെ ദേഹികളെ പഠിക്കുന്നത് പോലെ തന്നെ യേശുവിൻ്റെ ദേഹിയെയും പഠിക്കാം. അപ്പോൾ യേശുവിൻ്റെ ദേഹി അത് വളർച്ച പ്രാപിച്ചു വന്നപ്പോൾ ഇത് പ്രവാസിയാണെങ്കിൽ, പരദേശിയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സ്ഥലം എവിടെയാണ്? സ്വദേശം എവിടെയാണ്? ഈ പ്രവാസിയുടെയും പരദേശിയുടെയും സ്വദേശം എവിടെയാണ്? ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത്, യേശുവിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെവിടെ? ദൈവസിംഹാസനത്തിലാണ്. ദൈവസിംഹാസനത്തിൽ ഈ യേശുവിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദേഹി എങ്ങനെയിരിക്കുന്നു?
അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനും മാറത്ത് പൊൻകച്ച കെട്ടി മുഖം സൂര്യനെ പോലെ വായിൽ നിന്ന് ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നതുമായ ആ ഒരു രൂപത്തിൽ, ആ ഒരു ദൈവരൂപത്തിൽ അവിടെ ആയിരിക്കുന്നു. എവിടെ? ദൈവസിംഹാസനത്തിലായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ആത്മാവിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൽ ദൈവസിംഹാസനമാണ്. അപ്പോൾ ആ സ്വർഗത്തിൽ ദൈവസിംഹാസനവും അല്ലെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന രൂപവും യേശുവിൻ്റെ ദേഹിയും തമ്മിൽ എന്താണ് ബന്ധം? യേശുവിൻ്റെ ദേഹി എന്ന് പറയുന്നത് ആ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനാണോ? അങ്ങനെ നമ്മൾ പഠിക്കുന്നില്ല. അവിടെ നമ്മൾ പഠിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17, 18, 19 തുടങ്ങിയ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ മുഖം എന്ന് പറയുന്നത് വെളിപ്പെടുന്നത് ഹൃദയത്തിലാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഹൃദയത്തിൻ്റെ അവസ്ഥയാകട്ടെ കണ്ണാടിയുടെ പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി 8 മണി ആകുമ്പോൾ സൂര്യൻ ഉദിച്ചാൽ ഒരു കണ്ണാടി 2 3 കണ്ണാടികളിൽ പുറത്ത് കൊണ്ടുപോയി മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും മുറ്റത്ത് 2 കണ്ണാടിയാണ് വെച്ചതെങ്കിൽ ഉയരത്തിൽ ഉദിച്ച സൂര്യനെ കൂടാതെ മുറ്റത്ത് 2 കണ്ണാടിയിലും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതാണ്. ഇതുപോലുള്ള ഒരു പ്രവർത്തനമാണ് മനുഷ്യൻ്റെ ദേഹിക്ക് ഉള്ളത്. മനുഷ്യൻ്റെ ദേഹി എന്ന് പറയുന്നത് ഒരു കണ്ണാടി തന്നെയാണ്. ഈ കണ്ണാടിയിൽ നാം ആദ്യം പറഞ്ഞതുപോലെ മുറ്റത്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ സൂര്യൻ്റെ പ്രതിഫലനം വരുന്നത് പോലെ ദൈവസിംഹാസനത്തിലിരിക്കുന്ന നീതിസൂര്യനായ കർത്താവിൻ്റെ മുഖം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നു. അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രൻ്റെ പ്രതിഫലനം അങ്ങനെ തന്നെ വെളിപ്പെട്ടിരിക്കുന്നത് കാണാമെന്നർത്ഥം. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം നീതിമാന്മാരും തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല. മനുഷ്യൻ പുറമേയുള്ളതിനെ നോക്കുന്നു, യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ദൈവം എപ്പോഴും ഹൃദയത്തെ നോക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ്റെ പ്രതിഫലനം കണ്ണാടിയിൽ സൂര്യൻ്റെയും മറ്റ് വിളക്കുകളുടെയും പ്രകാശം പ്രതിഫലിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ്റെ പ്രതിഫലനം ഉണ്ടാകും. ഇതാണ് അവനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ആദിയോടൊന്നുമുള്ള ഉദ്ദേശം. ഇത് അറിയുന്ന ദൈവത്തിൻ്റെ എതിരാളിയായ പിശാച് ഇതൊരിക്കലും സംഭവിക്കാതിരിക്കാൻ, അതായത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പ്രതിഫലനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കാതിരിക്കാൻ ഉള്ള വഴി നോക്കി. ഇതിനകത്ത് ഒരു വ്യവസ്ഥയുള്ളത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു നിയമമുള്ളത്. ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആ കണ്ണാടിയിൽ ഒരു നിഴല് വീഴണമെങ്കിൽ, അല്ലെങ്കിൽ പ്രതിബിംബം വീഴണമെങ്കിൽ ആ പ്രതിബിംബത്തിൻ്റെ ഉടമയെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കണം.
ഏറ്റവും കൂടുതൽ ഭയപ്പെടണം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം, ഏറ്റവും കൂടുതൽ അനുസരിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യന് ഏറ്റവും ഭയം എന്ന് പറയുന്നത് ഒരു കുതിരയാണെന്നിരിക്കട്ടെ. സ്നേഹവും ബഹുമാനവും ഭയവും അനുസരണവും എല്ലാം ഒരു കുതിരയാണെങ്കിൽ, അവൻ്റെ ഹൃദയമെന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് ഈ കുതിരയുടെ രൂപമായിരിക്കും. ഇതാണ് വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥയനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം വചനത്തെ കൊടുത്തു, കൽപ്പനകളെ കൊടുത്തു. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൂക്ഷിപ്പാനാക്കി. അന്ന് വേറെ ചിന്തകളും വാക്കുകളും ഒന്നുമില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചതും ഭയപ്പെട്ടതും അനുസരിച്ചതും സ്നേഹിച്ചതും ദൈവത്തെ തന്നെയായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ സിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രൻ്റെ പ്രതിബിംബം അങ്ങനെ തന്നെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് കണ്ണാടിയിൽ വീഴാനിടയായി തീർന്നു. ഇങ്ങനെ ഹൃദയമെന്ന കണ്ണാടിയിൽ ദൈവപുത്രൻ്റെ രൂപം പ്രതിഫലിച്ചാൽ അവൻ്റെ മുഖത്ത് വെളിപ്പെടുന്നതാണ് ദൈവ തേജസ്. അപ്പോൾ മുഖത്ത് ദൈവ തേജസ്സും ഹൃദയമെന്ന കണ്ണാടിയിൽ സ്വർഗസ്വനായ ദൈവപുത്രൻ്റെ രൂപവും ശരീരത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് അവനെ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചാക്കി എന്നർത്ഥം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലും ഇപ്രകാരം തന്നെയായിരുന്നു. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു, അനുസരിക്കുന്നു, ഭയപ്പെടുന്നു ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ഹൃദയമെന്ന കണ്ണാടിയിൽ ദൈവപുത്രൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്ത് ദൈവതേജസ് ഉണ്ടായിരിക്കണം. എന്നാൽ ഈ കാര്യം ഉണ്ടായിരുന്നതായിട്ട് നാം കാണുന്നില്ല. കാരണം അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു എന്നാണ് വചനം. അവൻ്റെ മുഖത്ത് ഈ പറഞ്ഞ തേജസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് വിഷയം? അവിടെ വിഷയം മറ്റൊന്നുമല്ല, ദൈവം സകല മനുഷ്യരുടെയും പാപങ്ങളെ അവൻ്റെ മേൽ ചുമത്തി. അവനിൽ പാപം ഉണ്ടായിരുന്നില്ല, പാപഫലമുണ്ടായിരുന്നു. അതായത് ഒരുവൻ പാപം ചെയ്താൽ ആ പാപത്തെ ഏറ്റെടുക്കുന്ന ഒരു ശരീരമായി അവൻ്റെ ശരീരം ദൈവം പണിതു എന്നാണ് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ ദൈവം പാപമാക്കി. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അവനിൽ പാപം ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ അവൻ്റെ രക്തം നിഷ്കളങ്ക രക്തം തന്നെയാണ്. അവനിൽ പാപം സ്വാധീനിച്ചിരുന്നതുമില്ല. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് പ്രകാരമാണ്. യേശുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. യേശുവിൻ്റെ ദേഹി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടേതും പോലെ ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടിയിൽ സ്വർഗസ്ഥനായ ദൈവപുത്രൻ്റെ
പ്രതിഫലനമാണ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ എല്ലാവരുടെയും പാപത്തെ അവൻ തൻ്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് അപ്രകാരം അവനിൽ, ആ കണ്ണാടിയിൽ ഈ തേജസ് പ്രകാശിച്ചില്ല. ഹൃദയമെന്ന കണ്ണാടിയിൽ ഈ പ്രതിബിംബം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചിന്തിച്ചത്, അവൻ ഏറ്റവും ഭയപ്പെടുകയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് എന്തിനെയാണോ അതിൻ്റെ രൂപം മാത്രമാണ് അവൻ്റെ ഹൃദയമെന്ന കണ്ണാടിയിൽ വെളിപ്പെടുകയുള്ളൂ. ഇങ്ങനെ ഉള്ള രൂപം ഇങ്ങനെ ഈ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതാണ്: സ്വർഗത്തിലിരിക്കുന്ന ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനാൽ ജ്ഞാനമായി ഭൂമിയിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രൻ ജ്ഞാനമായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. ദൈവപുത്രൻ്റെ തന്നെ വിവിധ അവസ്ഥകളാണ് ക്രിസ്തു, ദൈവശക്തി, ദൈവജ്ഞാനം, ആമേൻ, ദൈവോധനം എന്നീ ഭാഗങ്ങൾ. പരിശുദ്ധാത്മാവ് ആണ് ഇത് വഹിക്കുന്നത്. ദൈവപുത്രൻ്റെ എല്ലാ അവസ്ഥകളെയും വഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതായത് നോഹയുടെ കാലത്ത് ന്യായവിധിയുടെ പ്രസംഗിച്ചത് ക്രിസ്തു ആത്മാവിൽ ഭൂമിയിൽ ചെന്ന് നോഹയിൽ കൂടി പ്രസംഗിച്ചെന്നാണ്. അപ്പോൾ ക്രിസ്തു എവിടെ പോകണമെങ്കിലും, ക്രിസ്തു ഏത് പ്രവൃത്തി ചെയ്യാനായിട്ട് പോകണമെങ്കിലും പരിശുദ്ധാത്മാവിലാണ് പോകുന്നത്. ഓർക്കണം, 1 പത്രോസ് ലേഖനം 3:18 മുതൽ വായിക്കുമ്പോൾ, ആത്മാവിൽ അവൻ ചെന്നു തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആത്മാവിൽ ചെന്നു. ക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ എവിടെ പോയിരുന്നാലും പോകുന്നത് ആത്മാവിലാണ്, പരിശുദ്ധാത്മാവിലാണ്. ക്രിസ്തു അപ്രകാരം പോകുന്നതെങ്കിൽ ദൈവജ്ഞാനവും പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ദൈവശക്തി പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ദൈവപുത്രൻ പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ എല്ലാ അവസ്ഥകളും സ്വർഗത്തിൽ നിന്ന് എവിടെ പോകണമോ അത് ആത്മാവിലാണ് പോകുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയിൽ ആകാശത്ത് ഉദിക്കുന്ന സൂര്യൻ്റെ പ്രതിഫലനം വരുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് പഠിക്കുന്ന കുട്ടികൾക്ക്, വിശേഷാൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുള്ള ശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും. സൂര്യനിൽ നിന്ന് ഉദിക്കുന്ന പ്രകാശം ഇത്രയും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഭൂമിയിൽ വരികയും അതിൻ്റെ കിരണങ്ങൾ കണ്ണാടിയിൽ പതിക്കുകയും കണ്ണാടിയുടെ പിറകിൽ വെച്ചിട്ടുള്ള മെർക്കുറി അടിസ്ഥാനപ്പെട്ട ആ ഷീറ്റിൽ അത് വീഴുകയും വന്ന പ്രകാശത്തെ അത് അങ്ങനെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കണ്ണാടിയിൽ സൂര്യൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുവെന്ന് പറയാൻ കഴിയും. അത് നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയമെന്ന കണ്ണാടിയിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ രൂപം വരുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് അതിന് മറുപടി പ്രകാരമാണ്. ഓരോ വചനങ്ങളും നമ്മൾ ഗ്രഹിക്കണം. ദൈവപുത്രന് പലവിധ അവസ്ഥകളുണ്ട്. ദൈവശക്തിയെന്നും ദൈവജ്ഞാനമെന്നും ക്രിസ്തുവെന്നും ആമേനെന്നും വചനമെന്നും പലതരത്തിലുള്ള അവസ്ഥകളുണ്ട് ദൈവപുത്രന്. ദൈവപുത്രൻ തന്നെ ഓരോ ലക്ഷ്യങ്ങൾക്കും ദൈവിക ഉദ്ദേശത്തിന് പോകുമ്പോഴും ഓരോ അവസ്ഥയിലാണ് പോകുന്നത്. അതായത്
സീനായി മലയിൽ പുത്രനായിട്ട് പോകുവാനിടയായി തീർന്നു. ഒഹോലിയാബിലും ബെസലേലിലും ദൈവജ്ഞാനമായിട്ട് പോകാനിടയായി തീർന്നു. ശിംശോനിൽ ദൈവശക്തിയായിട്ട് പോകാനിടയായി തീർന്നു. നോഹയിൽ കൂടി പ്രസംഗിച്ച വചനമായിട്ട് പോകാനിടയായി തീർന്നു. അപ്പോൾ ഇതെല്ലാം ആളൊന്നാണ്. ഈ വചനം എന്ന് പറയുന്നതും ജ്ഞാനം എന്ന് പറയുന്നതും ശക്തി എന്ന് പറയുന്നതും ക്രിസ്തു എന്ന് പറയുന്നതും ദൈവപുത്രൻ എന്ന് പറയുന്നു, ആമേൻ എന്ന് പറയുന്നു, ആളല്ല ഒന്നാണ്. വിവിധ അവസ്ഥകൾ പറയുന്നതേ ഉള്ളൂ. ഇത് ഏതവസ്ഥയാകുന്നുവെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇതിൽ ഏതവസ്ഥ എങ്ങോട്ട് പോകണമെങ്കിലും പരിശുദ്ധാത്മാവിൽ മാത്രമേ പോകൂ. അങ്ങനെയാണ് നോഹയുടെ കാലത്ത് പോയത്. അങ്ങനെയാണ് ഒഹോലിയാബിൻ്റെ കാലത്ത് പോകാനിടയായി തീർന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയം എന്ന കണ്ണാടിയിൽ ഈ ദൈവപുത്രൻ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുകയാണ്. അവിടെ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവ് ദൈവജ്ഞാനവുമായിട്ടാണ് പുറപ്പെട്ടത്. ദൈവജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ്റെ തന്നെ മറ്റൊരവസ്ഥയാണ്. ദൈവസിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അതിൻ്റെ തെളിവിലേക്കായി 1 പത്രോസിൻ്റെ ലേഖനം 1:12 എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ആ വാക്യം ഏറ്റവും പ്രധാനമാണ്. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടു, സുവിശേഷ വചനവുമായി പുറപ്പെട്ടു ഭൂമിയിലേക്ക് വന്നു. ഈ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ വസിച്ചു. അപ്പോസ്തലന്മാരിൽ കൂടി വചനം പുറത്തേക്ക് വന്നു. ഇതിനെ സംബന്ധിച്ചാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവെന്ന് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിൽ വന്നു. പൗലോസിൽ കൂടി പ്രസംഗിച്ച വചനം, സുവിശേഷ വചനം, അത് ക്രിസ്തു തന്നെയായിരുന്നു. നാം ആദ്യം പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ വിവിധ അവസ്ഥകളിൽ ഒരവസ്ഥയാണ് സുവിശേഷ വചനം. ജ്ഞാനം, ശക്തി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെ. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ വചനം ആത്മാവിനാൽ പ്രസംഗിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാണ് വചനം. അങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഈ പ്രസംഗം കേട്ടപ്പോൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഇത് കേട്ടവൻ്റെ ചെവികളിൽ ഈ വചനമെത്തി, സുവിശേഷ വചനമെത്തി. അവനത് കേട്ട് വിശ്വസിച്ചു, ഹൃദയത്തിൽ ഗ്രഹിച്ചു. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവുമായി പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തലന്മാരെ കൂടി പ്രസംഗിച്ചു. പ്രസംഗിച്ച വചനം കേട്ടവരുടെ ചെവികളിൽ വീണു. അത് അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചു. അവരത് ഹൃദയത്തിൽ ഗ്രഹിച്ചു. ഇത്രയും കാര്യങ്ങൾ നടന്നു. വീണ്ടും ഇവിടെ സംഭവിക്കുന്നത് 1 തെസ്സലോനിക്കർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. അപ്പോൾ വചനം ഇത്രയും കണ്ണിയായി. സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് സുവിശേഷ വചനവുമായി ഭൂമിയിൽ വന്നു. അപ്പോസ്തലന്മാരിൽ കൂടി പ്രസംഗിച്ച വചനം കേട്ടു. കേട്ടവരുടെ ഉള്ളിൽ എത്തി. അവരത് വിശ്വസിച്ചു, അവരുടെ ഉള്ളിൽ സംഗ്രഹിച്ചു. വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വചനം ഇവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വ്യാപരിച്ച വചനം അവർ അനുസരിച്ചപ്പോൾ അതിന് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്.
അപ്പോൾ പ്രവൃത്തിയുള്ള വിശ്വാസമോ ജീവനാണ്. അപ്പോൾ വ്യാപരിച്ച വചനം ഇവർ പ്രവർത്തിച്ചപ്പോൾ അല്ലെങ്കിൽ അനുസരിച്ചപ്പോൾ ഇവരിൽ ജീവനായി തീർന്നു. ഏത് ജീവൻ? ക്രിസ്തുവിൻ്റെ ജീവനായി തീർന്നു. ക്രിസ്തുവിൻ്റെ ജീവനായി തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇത് എഴുതുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിശ്വസിച്ചവരിൽ ഇത് ക്രിസ്തുവിൻ്റെ ജീവനായി തീരണം. അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ് സുവിശേഷ വചനവുമായി ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോസ്തലന്മാർ പ്രവേശിച്ചു, അവരിൽ കൂടി സുവിശേഷം പ്രസംഗിച്ചു, അതായത് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ച് അവരുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ചു. വിശ്വസിച്ചവരിൽ അത് വ്യാപരിച്ചു. വ്യാപരിച്ച ആ വചനം അനുസരിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ജീവനായി തീർന്നു. ഈ സമയം മുതലാണ് കണ്ണാടിയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇങ്ങനെ മുൻപേ പാപമില്ലാതിരുന്ന ഒരു സമയത്ത് ആദാമിലും ഹവ്വയിലും സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. കർത്താവ് പറഞ്ഞ വചനം അവർ വിശ്വസിച്ചു, കർത്താവിനെ അനുസരിച്ചു, കർത്താവിനെ ഭയപ്പെട്ടു, കർത്താവിനെ സ്നേഹിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദൈവസിംഹാസനത്തിലിരിക്കുന്ന കർത്താവിൻ്റെ മുഖം അവരുടെ ഹൃദയത്തിൽ കണ്ണാടി പോലെ പ്രതിബിംബിച്ചു. അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, ശത്രു ഇത് കണ്ടുകൊണ്ടിരുന്ന അവസ്ഥയിൽ ഒരു കാരണവശാലും ഈ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ രൂപം, അതായത് ദൈവപുത്രൻ്റെ രൂപം, മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നത്, പ്രതിഫലിക്കുന്നത് ഇങ്ങനെ ദൈവം കണ്ടുകൊണ്ടിരിക്കാൻ പാടില്ല. എങ്ങനെയും ഇതിനെ തടുക്കണം. തടുക്കാനായിട്ട് വേറൊരു മാർഗവുമില്ല. തടുക്കാനായിട്ട് മാർഗമെന്ന് പറയുമ്പോൾ നാം ആദ്യം ചിന്തിച്ചതുപോലെ സൂര്യൻ്റെ പ്രതിഫലനം ഉണ്ടാകാൻ മുറ്റത്ത് 2 കണ്ണാടി വെച്ചു. ആ കണ്ണാടിയിൽ സൂര്യൻ ഉദിച്ചതോടുകൂടി കണ്ണാടിയിൽ ഉദിച്ചു. ഈ കണ്ണാടിയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ഒരു തുണി കൊണ്ടുപോയിട്ട്, ഒരു കണ്ണാടിയുടെ പുറത്ത് കൊണ്ടുപോയി ഒരു തുണി കൊണ്ടുപോയിട്ട്, അപ്പം അടിക്കുന്ന സൂര്യൻ്റെ പ്രകാശം മുഴുവനും വന്ന് വീഴുന്നത് തുണിയിലാണ്, കണ്ണാടിയിലേക്ക് വീഴുന്നില്ല. അതോടുകൂടി ഈ പ്രതിഫലനം തീരും. അങ്ങനെ കണ്ണാടിയിൽ മൂടുപടം വീഴണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതലുള്ള വിശ്വാസം, ഏറ്റവും കൂടുതലുള്ള അനുസരണം, ഭയം, സ്നേഹം, ഈ 4 കാര്യങ്ങൾ ദൈവത്തെ ആയിരിക്കാതിരുന്നാൽ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കേണ്ടെന്നില്ല. ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ വിശ്വസിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ദൈവത്തെക്കാൾ ഉപരി വേറെ ആരെങ്കിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ പ്രതിഫലനം അതിൻ്റേതാവും. ഇതറിയാവുന്ന എതിരാളിയായ പിശാച് വചനത്തിൽ കാണുന്നത് പോലെ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചു എന്ന് വചനത്തിലുള്ളതുപോലെ അവളുടെ അടുത്ത് വന്ന് അവളുടെ ക്രിസ്തുവിലുള്ള ഏകാഗ്രത തെറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ, ക്രിസ്തുവിലുള്ള ഏകാഗ്രത തെറ്റിക്കാൻ ഒരു തന്ത്രം ഉപയോഗിച്ചു. തന്ത്രം ഏതായാലും ഫലിച്ചു. അവൾ ദൈവം പറഞ്ഞ വചനത്തെ അവിശ്വസിച്ചു. കാരണം നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞത് മരിക്കുകയില്ല, തിന്നുന്ന നാളിൽ മരിക്കുകയില്ല. മാത്രമല്ല, നിങ്ങൾ തിന്നുന്ന നാളിൽ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നു. ദൈവത്തെ അവിശ്വസിച്ചു. തുടർന്നങ്ങ് ദൈവത്തിലുള്ള ക്രിസ്തുവിലുള്ള ഏകാഗ്രത പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുമാറി.
അതോടുകൂടി ആദാമിൻ്റെയും ഹൗവയുടെയും ഹൃദയമെന്ന കണ്ണാടിയിൽ വീണതാണ് മൂടുപടം. അല്ലെങ്കിൽ കണ്ണാടി തുണി കൊണ്ട് മൂടിയാൽ അതിൽ പ്രതിഫലനം വീഴാതിരിക്കുന്നത് പോലെ മാനവരാശിയുടെ, അവരുടെ മാത്രമല്ല ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തിൽ ജനിപ്പാനും അവരുടെ എല്ലാം ഹൃദയമെന്ന കണ്ണാടിയിൽ മൂടുപടം വീഴുവാനും ഇടയായിത്തീർന്നു. ഈ മൂടുപടം വെറുതെ നീങ്ങിപ്പോവുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹിതനാണ് അബ്രഹാം. മൂടുപടം നീങ്ങിയില്ല. ഈ ലോകത്തിൽ പഴയ നിയമത്തിൽ ഏറ്റവും സൗമ്യനും വിശ്വസ്തനുമാണ് മോശ. പക്ഷെ മൂടുപടം നീങ്ങിയില്ല. ഏറ്റവും പ്രിയ പുരുഷനാണ് ദാനിയേൽ. മൂടുപടത്തിന് മാറ്റം വരില്ല. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ് ദാവീദ്. അവിടെയും മൂടുപടത്തിന് മാറ്റമൊന്നുമില്ല. ഒടുവിൽ ഈ മൂടുപടം നീക്കുവാൻ കർത്താവായ യേശു ഭൂമിയിലേക്ക് വരികയാണ്. അതായത് ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരികയാണ്. കർത്താവ് പറഞ്ഞു, ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. എല്ലാവരെയും ആകർഷിക്കും. കർത്താവ് പാപപരിഹാര യാഗം കഴിച്ചു. ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി. അതായത് ക്യാൻസറിനും മറ്റ് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുമ്പോൾ അനേകർ അതിനാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് മറുമരുന്ന് കണ്ടുപിടിക്കുന്നത് പോലെ മാനവരാശിയുടെ ഹൃദയത്തിൽ നിന്ന കണ്ണാടിയിൽ കിടക്കുന്ന മൂടുപടം നീക്കാൻ കുറ്റമില്ലാത്ത രക്തം യേശു എന്ന മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, ദൈവപുത്രൻ ചൊരിഞ്ഞു. ഇനി വേണ്ടത് മനുഷ്യൻ അവങ്കിലേക്ക് തിരിയണം. ഇവിടെയാണ് 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരം കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങും. അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, പഴയ നിയമം വായിക്കുമ്പോൾ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം പ്രാപിച്ച മോശ ഈ ന്യായപ്രമാണവുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അവൻ്റെ മുഖത്ത് നോക്കാൻ ഭയപ്പെട്ടു. കാരണം മുഖം പ്രകാശിച്ചിരുന്നു. അത്ര ശ്രേഷ്ഠനാണ് മോശ. പക്ഷേ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അത് മോശയുടെ ഹൃദയത്തിലും ഉണ്ടായിരുന്നു. മൂടുപടത്തിന് മാറ്റമില്ല. മൂടുപടം നീക്കാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രം. അവനാണ് കർത്താവായ യേശു, നസ്രാനായ യേശു. അവങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അങ്ങനെ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടു വരുന്നു. നാം ആദ്യം പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ച സുവിശേഷം കേട്ട് വിശ്വാസമായി പരിണമിച്ചതനുസരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവനായി ഉള്ളിൽ വരുമ്പോൾ ഈ മൂടുപടം കുറച്ച് നീങ്ങും. അതായത് കണ്ണാടിയിൽ മുഴുവനും അഴുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒന്നും പ്രതിഫലിക്കാതിരിക്കുക. അത് വെയിലത്ത് കൊണ്ടുപോയി വെച്ച് ഒരു സൂര്യന് അഭിമുഖമായി ആ കണ്ണാടി കൊണ്ടുവച്ചു. അതിനകത്ത് മുഴുവനും ടാറ് പോലെ കറുത്ത പെയിൻറ്റ് വീണ് മൂടിയിരിക്കുക. അവിടെ ചെന്ന ഒരാൾ ഒരു ബ്ലേഡ് എടുത്തിട്ട്
ഒന്ന് ചിരണ്ടി. ഒന്ന് ചിരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പാട് വന്നു. ഈ ചെറിയൊരു പാട് വന്ന ആ സമയത്ത് ചുരണ്ടിയവൻ്റെ കണ്ണ് തിളങ്ങി. കാരണം സൂര്യൻ്റെ പ്രകാശം അതിനകത്ത് അടിക്കുന്നുണ്ടേ. കണ്ണാടിയിൽ വീഴാതെ മൂടുപടത്തിന്മേൽ വീഴുന്നത് കൊണ്ടാണ് പ്രതിഫലനം ഇല്ലാതിരിക്കുന്നത്. ഇത് നീങ്ങിയതോടുകൂടി പെട്ടെന്ന് ഇത് പ്രകാശിക്കാൻ തുടങ്ങി. ഇതാണ് പുതിയ നിയമസഭയുടെ പ്രത്യേകത. കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എഴുന്നേറ്റിട്ടില്ല. സ്ത്രീ പ്രസവിച്ചവരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദാമ്യ സന്തതിയിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം സ്നാപക യോഹന്നാൻ എന്നാണ് വചനം പറയുന്നത്. അബ്രഹാം പിതാവല്ല, ദാനിയേലല്ല, ഇയ്യോബല്ല. അതിനുത്തരം ഇതാണ്, സ്നാപക യോഹന്നാൻ എന്നാണ്. പക്ഷേ ദൈവസഭയിൽപ്പെട്ട ഒരാൾ, അതായത് ഈ മൂടുപടം നീങ്ങിയെന്നർത്ഥം, മൂടുപടം നീങ്ങിയ ഒരു മനുഷ്യൻ ഈ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ്. നമ്മുടെ ഇന്ന് സഭയിലുള്ള ഒരു ചെറിയ ഒരാളാണെന്നിരിക്കട്ടെ, അവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ്. കാരണം യോഹന്നാൻ സ്നാപകൻ്റെ ഹൃദയത്തിൽ നിന്ന് മൂടുപടം നീങ്ങിയിട്ടില്ല. മൂടുപടം നീങ്ങണമെങ്കിൽ ക്രിസ്തുയേശുവിലേക്ക് നീങ്ങണം. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങും. ഇവിടെ നിന്ന് വചനം പറയുന്നത് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതായത് ഇതിങ്ങനെ മനുഷ്യർക്ക് കേൾക്കാനും വിശ്വസിക്കാനും അനുസരിപ്പാനും കൊടുത്തിരിക്കുന്ന വചനങ്ങളുണ്ട്. ഇത് ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും വിശ്വസിക്കുമ്പോഴും അനുസരിക്കുമ്പോഴും ജീവൻ വന്ന് മൂടുപടത്തെ അല്പം മാറ്റിക്കൊണ്ടിരിക്കും. ഒടുവിൽ തങ്ങൾക്ക് വെച്ചിരിക്കുന്ന മൂടുപടം മുഴുവനും നീക്കി കഴിയുമ്പോൾ അതേ പ്രതിമ, ഏത് പ്രതിമ? ക്രിസ്തുയേശു എന്ന പ്രതിമ, അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്ന കർത്താവ് എങ്ങനെ ഇരിക്കുന്നുവോ അതേ പ്രതിമയായി തന്നെ രക്ഷിക്കപ്പെട്ടവൻ്റെ ഹൃദയത്തിലും ഈ കണ്ണാടിയിലും വെളിപ്പെടും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെയാകുന്നു. അവൻ വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്നറിയുന്നു. ഇന്ന് നമ്മൾ അവനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. അവൻ പ്രത്യക്ഷമാകുമ്പോൾ അവനെക്കുറിച്ച് സത്യത്തിൽ അറിയുന്നവർ, യഥാർത്ഥത്തിൽ ക്രിസ്തുയേശു ആരെന്ന് യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ അവനെപ്പോലെ തന്നെയായിത്തീരും. അതായത് കണ്ണാടിയിൽ പ്രതിബിംബം വീഴുമ്പോൾ ഒറിജിനലിനും പ്രതിബിംബത്തിനും തമ്മിൽ അശേഷം വ്യത്യാസമില്ലാതിരിക്കുന്ന പോലെ ക്രിസ്തുയേശുവിൻ്റെ രൂപത്തിനും ഭക്തന്മാരുടെ ഹൃദയത്തിൽ വീണിരിക്കുന്ന മൂടുപടം നീങ്ങിയ കണ്ണാടിയിലും പ്രതിഫലിക്കുന്ന പ്രതിബിംബം ഒരുപോലെയായിത്തീരും. ഇതാണ് ആത്മാവിൻ്റെ പ്രവർത്തനവും മനുഷ്യൻ്റെ പ്രത്യാശയും. അപ്പോഴും ഇവിടെ ഉള്ള വിഷയം, നമ്മൾ ചിന്തിച്ച് തുടങ്ങിയ വിഷയത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? പ്രവാസികളാണ്, പരദേശികളാണെന്ന് നമ്മൾ സമ്മതിച്ചു, നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിന് ഈ പ്രവാസിയും പരദേശിയുമായിരിക്കുന്ന നമ്മുടെ ആത്മാവെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വദേശം എന്ന് പറയുന്നത് എവിടെയാണ്? യേശുവിൻ്റെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗത്തിൽ അവൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായിട്ട് അവിടെ ഇരിക്കുന്നു. ഇവിടെ നമ്മൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ പോയിന്റിലേക്ക് വരികയാണ്. യേശുവിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരുടെ സദൃശനാകാൻ ആവശ്യമായിരുന്നു. അതായത് നമ്മുടെ ഉള്ളിലും
ഒരാത്മാവുള്ളതുപോലെ യേശുവിൻ്റെ ഉള്ളിലും ആത്മാവുണ്ടായിരുന്നു. യേശുവിൻ്റെ ഉള്ളിൽ ആത്മാവ് എന്ന് പറയുന്നതും നമ്മുടെ ഉള്ളിലെ പോലെ തന്നെ പരദേശിയാണ്. അവൻ്റെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗമാണ്, സ്വർഗാതി സ്വർഗമാണ്. സ്വർഗാതി സ്വർഗത്തിൽ ദൈവരൂപത്തിൽ ഇരിക്കുന്നവനാണ്. അവൻ ആ രൂപത്തിൽ വരാതെ ദാസരൂപത്തിൽ ലോകത്തിലേക്ക് വന്നവനാണ്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഇവൻ്റെ ദേഹി പരദേശിയാണെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവ് പരദേശിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നല്ലോ. അപ്പോൾ സ്വർഗം കാലിയായിരുന്നോ? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗം കാലിയായിരുന്നോ? അവിടെ ദൈവപുത്രൻ ഇല്ലായിരുന്നോ? ദൈവജ്ഞാനം ഇല്ലായിരുന്നോ? സകല പ്രപഞ്ചത്തിൻ്റെയും ആധാരമാണ് ദൈവജ്ഞാനമായ ക്രിസ്തു. അവൻ അങ്ങനെ ഇല്ലാതാകാനോ അവിടെ നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറിപ്പോകാനോ ഒന്നും സാധ്യമാകുകയില്ല. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുന്നത് 3-ാം അധ്യായത്തിൽ പ്രകാരം വായിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ ഈ ദാസരൂപത്തിൽ ഇവിടെ വരുമ്പോൾ തന്നെ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ ഇരിക്കുന്ന അവൻ്റെ രൂപം അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും, ഭൂമിയിൽ അവൻ്റെ രൂപം മനുഷ്യരൂപവും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ. അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ എന്ന് പറഞ്ഞാൽ തേജസ്സിൻ്റെ കർത്താവാണ് ക്രിസ്തു. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ ഇവിടെ വന്ന യേശുവിൽ ദൈവപുത്രനായ ഏകജാതനായ ദൈവപുത്രൻ ഈ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ്റെ തേജസ്സായിട്ട് ഇവിടെ കണ്ടെന്നു. അപ്പോൾ യേശു ഇവിടെ ഉള്ളപ്പോൾ തന്നെ ദൈവരൂപത്തിൽ സ്വർഗത്തിലിരിക്കുന്നുണ്ട്. കാരണം അവൻ എല്ലാത്തിനും ആധാരമാണ്. അതില്ലാതെ പോകാനോ അത് മാറിപ്പോകാനോ സാധ്യമല്ല. അതവിടെ എന്നും ഉണ്ടാവും. അപ്പോൾ അവിടെ ഉള്ളതും ഇവിടെ ഉള്ളതുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇവിടെ ഉള്ളതുമായിട്ടുള്ള ഒരു ബന്ധം, ഒന്ന്, അവൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനാൽ ഉളവായതാണ് ക്രിസ്തുവിൻ്റെ ജീവരക്തം. സകല മനുഷ്യരുടെയും രക്തം ആദാമിൻ്റെ രക്തം പകർന്നു വന്നതാണ്. എല്ലാ മനുഷ്യരുടെയും രക്തം ആദാമെന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് പകർന്നതാണ്. എന്നാൽ യേശുവിൻ്റെ മാത്രം രക്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മറിയയിൽ ഉളവായ ജീവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രക്തം തന്നെയാണെന്ന് അർത്ഥം. ദൈവത്തിൻ്റെ രക്തമെന്ന് തന്നെ അപ്പോസ്തലരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവം തൻ്റെ രക്തത്താൽ വാങ്ങിയിരിക്കുന്ന ദൈവസഭ എന്ന് തന്നെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രക്തം ദൈവത്തിൻ്റെ രക്തമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉളവായതാണ്. അതുകൊണ്ടാണ് അവനെ ദൈവപുത്രൻ എന്ന് പറയുന്നത്. ഈ പുത്രത്വം ആദാമിനുണ്ടായിരുന്നില്ല. ആദാമിൻ്റെ രക്തം ഉളവായി വന്നത് പരിശുദ്ധാത്മാവിനാൽ ഉളവായ ജീവനിലല്ല. ആദാമിനെ സൃഷ്ടിച്ചു നിർത്തിയതിനു ശേഷം അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. 1-ാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ എന്ന് വചനപ്രകാരം. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവൻ അങ്ങനെയല്ല. പിന്നെയോ, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇവൻ്റെ ജീവൻ മാത്രം ഉളവായി വന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ അവൻ്റെ ജനനത്തിങ്കൽ തന്നെ അവൻ ദൈവപുത്രനാണ്. ലോകത്തിൽ, പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യ ജീവിതങ്ങളും ജന്മനാ ദൈവപുത്രന്മാരല്ല. ദൈവത്തിൻ്റെ മക്കളായി ജനനം കൊണ്ട്
ഒരാളുമില്ല. ആദാം പോലും ദൈവത്തിൻ്റെ ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട് നിന്നതിന് ശേഷം മൂക്കിൽ ജീവശ്വാസം ഊതി അവന് കൽപ്പന കൊടുത്ത് ആ കൽപ്പന വിശ്വസിച്ചതോടുകൂടി അവൻ ദൈവപുത്രൻ എന്നുള്ള പദവിയിൽ എത്തിയതേ ഉള്ളൂ. ആ പദവി നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. ലോകത്തിൽ മനുഷ്യചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് ശലോമോനെ ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞിരിക്കുന്നു. ആദാം ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് ദൈവത്തിൻ്റെ സഭയെ പറഞ്ഞിരിക്കുന്നു. ഇത്രയും എല്ലാം ഉണ്ടെങ്കിലും ജനനം കൊണ്ട് ഒരാളും ദൈവപുത്രന്മാരില്ല. പിന്നെയോ ജനനം കൊണ്ട് ദൈവം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിന് ശേഷം ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ധനവാന്മാരും മറ്റും ദത്തെടുക്കുന്നത് പോലെ പുത്രത്വത്തിലേക്ക് ദത്തെടുത്തതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അവൻ പ്രിയനായവരിൽ നമ്മെ ദത്തെടുക്കേണ്ടതിന് ആരും, അതിന് മറ്റൊരു വാക്കി പറഞ്ഞാൽ, ഒരു ധനവാനായ മനുഷ്യൻ ഒരു കുഞ്ഞിനെ, അനാഥ ശിശുവിനെ ദത്തെടുത്ത് തൻ്റെ മകനാക്കി നിയമപ്രകാരം. നാളെ അവന് മനസ്സില്ല, അവന് തിരിച്ചറിവായപ്പോൾ ഞാൻ എൻ്റെ പിതാവായിട്ട് നിങ്ങളെ അംഗീകരിക്കുന്നില്ല, എനിക്ക് നിങ്ങളുടെ പുത്രത്വം വേണ്ട, നിങ്ങളുടെ ധനവും നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുപോയി കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ വെച്ച് തീർന്നു. എന്നാൽ സ്വന്തം രക്തത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഒരുവൻ ഇനി നിങ്ങളുമായിട്ട് ബന്ധം വേണ്ടെന്ന് പറഞ്ഞാലും അപ്പനെ ഉപദ്രവിച്ചാലും എന്തെല്ലാം നാശനഷ്ടങ്ങൾ ചെയ്താലും അവൻ സ്വയം നശിപ്പിച്ചു കളഞ്ഞാലും അവൻ പുത്രനല്ലാതാകുന്നില്ല. അവൻ പുത്രൻ തന്നെയാണ്. കാരണം തൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ചതാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്ന് ജനിച്ച ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ബാക്കിയുള്ളത് ആരും ദൈവപുത്രന്മാരല്ല. ബാക്കിയുള്ളവരെല്ലാം ദത്തെടുക്കപ്പെട്ടവരാണ്. ദത്തെടുത്തത് കൊണ്ടാണ് പുത്രത്വം നഷ്ടപ്പെടുന്നത്. അപ്പോൾ ആദാമിനെ ദത്തെടുത്തതിൻ്റെ വിഷയം എഴുതിയിരിക്കുന്നത്, ആദാമിനെ ദൈവം ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളുള്ള മനുഷ്യനായിട്ട് സൃഷ്ടിച്ച് ഭൂമിയിൽ നിന്ന് എടുത്തു. അവൻ ദൈവപുത്രനല്ല. എന്നാൽ അവനെ ദൈവപുത്രനാക്കിയത് അവൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തു, ഹൃദയത്തിൽ സ്വപുത്രൻ്റെ ആത്മാവിനെ കൊടുത്തു, മുഖത്ത് ദൈവ തേജസ്സും കൊടുത്തു. അവനെ ദൈവത്തിൻ്റെ പുത്രനാക്കി തീർത്തതാണ്. അതുകൊണ്ട് തന്നെ അവൻ പാപം ചെയ്തപ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുത്തു, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എടുത്തു, തേജസ് ദൈവം അവൻ്റെ മേൽ നിന്ന് ഊരിയെടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. അതോടുകൂടി അവൻ ദൈവത്തിൻ്റെ മകനല്ലാതായി തീർന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവന് പുത്രത്വത്തിനുള്ള പദവി നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് പുത്രത്വത്തെ സംബന്ധിച്ച് അത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ജനനം പുത്രനായിരുന്നു. ഒരു കാര്യത്തിൽ അവിടെ ചോദിക്കുന്ന ചോദ്യം, അവൻ പരീക്ഷയിൽ തോറ്റുപോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് കർത്താവ് ചോദിച്ചു. ആർക്കെങ്കിലും അങ്ങനെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ സാധിച്ചിരുന്നെങ്കിലോ എന്ത് സംഭവിക്കും? പുത്രത്വം നഷ്ടപ്പെടുകയില്ല. കാരണം ഒരപ്പൻ ദത്തെടുത്ത മകൻ എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അവൻ പറഞ്ഞുവിടാം, അല്ലെങ്കിൽ അവൻ പോകും, അല്ലെങ്കിൽ അവൻ തീർന്നു, അവനോടുകൂടി ബന്ധം തീർന്നു. ഇതങ്ങനെ തീരുന്ന ബന്ധമല്ല. ജനനം കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്ന് ഉളവായവനാണ്. അതുകൊണ്ട് യേശുവിൽ നിന്ന് വീഴ്ച വന്നാൽ അത് ദൈവപുത്രൻ ചെയ്ത തെറ്റായിട്ട് വരും. അതാണ് കാര്യത്തിൻ്റെ ഗൗരവം കിടക്കുന്ന അവിടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് സാത്താൻ എല്ലാ വഴികളും നോക്കിയത്. ഒടുവിൽ ഒന്നും സാധിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചത്,
എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സകല ലോകവും നിൻ്റേതാകും എന്ന് പറഞ്ഞത് കർത്താവ് അവനെ ശാസിച്ചു. എന്നിട്ടും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മരിച്ചതിന് ശേഷം അവൻ്റെ അസ്ഥി ഒന്ന് ഓടിക്കാൻ നോക്കി. കാരണം നീതിമാനാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ അസ്ഥി ഒടിയില്ല. നീതിമാന്റെ അസ്ഥി ഒടിയുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു. നീതിമാൻ എന്ന് പറയുന്നത് ദൈവപുത്രൻ നീതിമാനാണ്. ഇവൻ ദൈവപുത്രനാണെന്ന് ആണെന്നുള്ള വാദം അതോടുകൂടി തീർന്നു. അതോടുകൂടി സാത്താൻ ജയിക്കുമായിരുന്നു. എന്നാൽ അതിനു മുമ്പേ അസ്ഥി ഓടിക്കാൻ ചെന്നപ്പോൾ 2 കള്ളന്മാരുടെയും അസ്ഥി അവരോടിച്ചു. യേശുവിൻ്റെ അസ്ഥി ഓടിക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവൻ അപ്പോഴേ മരിച്ചായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യേശു ജനനം കൊണ്ട് തന്നെ ദൈവപുത്രനാണ്. രണ്ടാമത്തത്, മനുഷ്യവംശത്തിന് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം തിരികെ പ്രാപിക്കണം. മനുഷ്യവർഗത്തിന് ദത്തെടുക്കപ്പെട്ട നിലയിൽ ആദാമിന് ദൈവം കൊടുത്ത പുത്രത്വം എങ്ങനെയായിരുന്നു? നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരം. പുത്രനാണെങ്കിൽ ശരീരത്തിൽ പരിശുദ്ധാത്മാവുണ്ടാകും. 2, അപ്പാപിതാവെന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. ഹൃദയത്തിൽ പുത്രത്വത്തിൻ്റെ ആത്മാവുണ്ടാകും. മാത്രമല്ല, നീതിമാനാണെങ്കിൽ, ദൈവപുത്രനാണെങ്കിൽ അവൻ മുഖത്ത് തേജസ്സും ഉണ്ടാകും. ഈ 3 കാര്യങ്ങൾ ആദാമിന് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ദൈവപുത്രനായി തീർന്നു. പാപത്തോടു കൂടി ഈ 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. അതോടുകൂടി അവൻ ദൈവത്തിൻ്റെ പുത്രനല്ലാതായി തീർന്നു. എന്നാൽ പുത്രനായിട്ട് ജനിച്ച യേശു ഈ ലോകത്ത് വന്നതിന് ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ നടത്തി. മുഴുവനും വാദങ്ങളാണ്. എതിരാളിയായ പിശാചിൻ്റെ ഹവ്വയെക്കുറിച്ച്, ഹവ്വയിൽ കൂടി പാപം വെളിപ്പെടുത്തിയ പിശാച് അതുപോലെ തന്നെ യേശുവിനെയും ഏതെങ്കിലും തരത്തിൽ വീഴിക്കാനായി പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളാണ് പിന്നീട് കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവനെ ശോധനയ്ക്കായി വിട്ടുകൊടുത്തു. അവനോട് വാദിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടൊപ്പമായി തീരാൻ, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. യേശു വചനം കൊണ്ട് അതിനെയെല്ലാം ജയിച്ചു. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ ആദിയോടന്തമുള്ള തർക്ക വിഷയമാണ് യേശു ദൈവപുത്രനല്ല. ഈ തിരുവെഴുത്തിന് വിരോധമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ഒരു വാക്കിൽ പിടിച്ചാൽ മതി, അപ്പോഴവൻ പറയും ഇവൻ ദൈവപുത്രനല്ല. ദൈവപുത്രനാണെങ്കിൽ അത് സംഭവിക്കില്ല. ദൈവപുത്രനാണെങ്കിൽ അസ്ഥി ഒടിയില്ല. ദൈവപുത്രനാണെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ഈ മുഴുവൻ കൊണ്ടുവന്നത്. പക്ഷേ യേശു അതിനെയൊക്കെയും ജയിക്കാനിടയായി തീർന്നു. അങ്ങനെ സകല പരീക്ഷയും തികച്ച് ദുഷ്ടൻ തോറ്റ് പിന്മാറി മരിച്ച് അടക്കപ്പെട്ട് യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങി. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്തയുടെ മെയിൻ പോയിന്റ് കിടക്കുന്നത്. ഈ കാര്യത്തിൻ്റെ തുടർച്ച അങ്ങോട്ട് തീർത്താൽ നമുക്കതിലേക്ക് വീണ്ടും മടങ്ങി വരാം. യേശു മരിച്ചു. യേശുവിൻ്റെ ആത്മാവിനെ, അതായത് ജീവാത്മാവിനെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. യേശുവേ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ശരീരം 3 ദിവസം കല്ലറയിലിരുന്നു. അകത്ത മനുഷ്യനായ ദേഹി പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ 3 ഭാഗങ്ങൾ നമ്മൾ വചനപ്രകാരം ചിന്തിച്ചു കൊള്ളണം. അതായത്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ആത്മാവ് ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു. സ്പിരിറ്റായി പറയുന്നത്, ജീവാത്മാവായി പറയുന്നത്. ശരീരം കല്ലറയിൽ കൊണ്ടുപോയി വെച്ചു. ജീവനില്ല.
ഇതിനകത്ത് വസിച്ചിരുന്ന ദേഹി, അകത്തെ മനുഷ്യൻ പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാളത്തിലേക്ക് ഈ മനുഷ്യൻ ഇറങ്ങി. അതിനെ തുടർന്ന് ഉണ്ടായ സംഭവങ്ങൾ, പാതാളത്തിലേക്ക് ഇറങ്ങിയ ആ ദേഹിയും അവിടെ ഉണ്ടായിരുന്ന ദേഹികളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന അവസ്ഥ നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. കാരണം ഇതിൽ ഇപ്പം തന്നെ നമുക്ക് സമയം മുമ്പോട്ട് പോയിരിക്കുന്നു. അത് നമുക്ക് ചിന്തിക്കാം. ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചത്, യേശുവിൻ്റെ ദേഹി പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ദേഹി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. ആരോട്? പഴയ നിയമത്തിൽ യാഗം കഴിച്ച് നിയമം ചെയ്ത ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാരോട് അറിയിച്ചു. ദുഷ്ടന്മാർ അധമ പാതാളത്തിലും നീതിമാന്മാർ അബ്രഹാമിൻ്റെ മടിയിലും എന്നുള്ള നിലയിലായിരുന്നു. യേശു പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. യാഗം കഴിച്ച് നിയമം ചെയ്തവരോട് സുവിശേഷം അറിയിച്ചു. എന്താ സുവിശേഷം? നിങ്ങൾ ആടുകളെയും കാളകളെയും പ്രാക്കളെയും വിശ്വാസത്താൽ, എന്നിലുള്ള വിശ്വാസത്താൽ അർപ്പിച്ചത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് അവിടെ അവരോട് അറിയിച്ചു. അപ്പോൾ ഹാബേൽ കാണും, ആദ്യമായിട്ട് കാണുമല്ലേ? ഹാബേൽ വിശ്വാസത്താൽ കണ്ടു, ഇന്ന് നേരിട്ട് കാണുക. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ ആത്മാവ് ദേഹി മത്സരികളോട് കാഴ്ച വാങ്ങി. മത്സരികളോട്, ആരൊക്കെയാ മത്സരികൾ? ദൈവത്തോട് മത്സരിക്കുന്ന രണ്ട് ശക്തികളാണ്, ഒന്ന് മരണം, ഒന്ന് പാതാളം. പാതാളത്തിനും മരണത്തിനും അധികാരികളായിരിക്കുന്ന പൈശാചിക രണ്ട് ദൂതന്മാരാണ് ഈ മരണവും പാതാളവും എന്ന് പറയുന്നത്. അവരോട് കാഴ്ച വാങ്ങി. അവർ പഴയ നിയമ വിശുദ്ധന്മാരെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു അവരെ തിരികെ ചോദിച്ചു. കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവൻ ലോകത്തെ ജയിച്ച് വരികയാണ്. പാപപരിഹാര യാഗം നടത്തി വരികയാണ്. ദൈവപുത്രൻ നിന്ന് തെളിയിക്കപ്പെട്ടു വരികയാണ്. ഹാബേൽ വിശ്വാസത്താൽ ചെയ്തത് അവൻ അക്ഷരത്തിൽ തന്നെ നിവർത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ പാതാളം തന്നിലുള്ള ഈ വിശുദ്ധന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവര് ഓർക്കേണ്ടത്, യേശുവിൻ്റെ ദേഹിയാണ് പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്നതും സുവിശേഷം പറഞ്ഞതും ഈ യാഗം കഴിച്ച് നിയമം ചെയ്തവരെ എനിക്ക് തരാൻ പറഞ്ഞതും പാതാളവും നരകവും വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇവരുമായിട്ട്, ഈ വിശുദ്ധന്മാരുമായി, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരുമായി ഇവർ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയതിന് ശേഷം നമ്മൾ മത്തായി സുവിശേഷത്തിൽ പഠിക്കുന്നത്, അവിടെ നിന്ന് കല്ലറകളിൽ ഉള്ള വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. പാതാളത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ ശരീരം ഉണ്ടാവും, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ, നോഹയുടെ, ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ അനേക വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാവരും ദേഹി ഭൂമിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരെ അടക്കിയിരിക്കുന്ന ഓരോ കല്ലറകളിൽ നിന്ന് അവർ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഈ ദേഹികൾക്ക് ശരീരം കിട്ടിയെന്ന്. അങ്ങനെ അവർ ശരീരം തിരിച്ചു കിട്ടിയവർ അവരവരുടെ തലമുറകളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് പ്രത്യക്ഷമായി. ഓരോ വീടുകളിൽ ചെന്ന് അവർക്ക് പ്രത്യക്ഷമായി. ഇവരുമായിട്ട് യേശു ഉയരത്തിലേക്ക് പോകാൻ പോവാ. അപ്പോൾ ഇവിടെ കിട്ടിയത് ആർക്കൊക്കെയാണ്?
പാതാളത്തിലേക്ക് ചെന്ന് സുവിശേഷം പറഞ്ഞ യേശുവിൻ്റെ ദേഹി ഇവരുമായി ഉയരത്തിലേക്ക് വന്ന് മൂന്നാം നാൾ താൻ ഉയർത്തെഴുന്നേറ്റു. ഒന്നാമത് തനിക്ക് ശരീരം കിട്ടി. യേശുവിൻ്റെ ദേഹിക്ക് ശരീരം കിട്ടി. തുടർന്ന് പഴയ നിയമ വിശുദ്ധന്മാർക്ക്, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാർക്ക് അവരെ അടക്കിയിരിക്കുന്ന കല്ലറകളിൽ നിന്നും വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്നും അവർക്കും കിട്ടി ശരീരം. ഇവരെല്ലാവരുമായി ഉയരത്തിലേക്ക് കയറി പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷമായതാണ് കല്ലറയ്ക്കൽ വന്ന മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷമാകുന്നത്. അതുകൊണ്ടാണ് മറിയയോട് പറയുന്നത്, മറിയ സന്തോഷം കൊണ്ട് ഓടി വന്നപ്പോൾ, മറിയെ എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞതാ. അങ്ങനെ മറിയയോട് സുവിശേഷം അറിയിച്ച് സഹോദരന്മാരോട്, അതായത് ശിഷ്യന്മാരോട് ചെന്ന് പറയാൻ കൽപ്പിച്ചതിന് ശേഷം യേശു പാതാളത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി ഉയരത്തിലേക്ക് പോയി. എന്നാൽ അവരെ എവിടെ പാർപ്പിച്ചു എന്ന് നമുക്ക് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. അവരെ ആത്മീയ മണ്ഡലങ്ങൾ, ആകാശമണ്ഡലങ്ങൾ, സ്വർഗീയ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും അവർക്ക് താൽക്കാലിക പ്രാപ്തി, താൽക്കാലികമായ വാസം യേശു കൊടുത്തു. അതിനുശേഷം യേശു സ്വന്തം രക്തത്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിൽ പ്രവേശിച്ചു. ദൈവം എഴുന്നള്ളിയിരിക്കുന്നതുമായ ആ ദൈവസിംഹാസനത്തിൽ മാനവരാശിയോട്, പാപത്താൽ മലിനപ്പെട്ട, മരണത്തിന് കീഴ്പ്പെട്ട മാനവരാശിയോടുള്ള കോപം ഉയർന്നുകൊണ്ടിരിക്കുന്ന കൃപാസനത്തിൽ യേശു തൻ്റെ സ്വന്തം രക്തം തളിച്ചു. ഈ രക്തം അവിടെ വീണതോടുകൂടി ദൈവത്തിൻ്റെ കോപം തണുത്തു. പിന്നെ ദൈവം കോപിച്ചില്ല. ദൈവത്തിൻ്റെ കോപം തീർന്നു. ദൈവം കോപം തീർന്നു മാത്രമല്ല, അവിടുന്ന് ആദാമിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട ദൈവ തേജസ് ദൈവം യേശുവിന് കൊടുത്തു. അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് പാതാളത്തിൽ നിന്ന് പഴയ നിയമ വിശുദ്ധന്മാരുമായി, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരുമായി ഭൂമിക്ക് വെളിയിലേക്ക് വന്ന് ഒന്നാമത് കല്ലറയിൽ ചെന്ന് തൻ്റെ ജഡം സ്വീകരിച്ചു. 3 ദിവസം കല്ലറയിലിരുന്ന തൻ്റെ ജഡം ഈ ദേഹി സ്വീകരിച്ചു. ഈ ദേഹിയുമായി കൂടിച്ചേർന്ന അവസ്ഥയെക്കുറിച്ചാണ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ യേശു ഉയർത്തെഴുന്നേറ്റത് വിശുദ്ധിയുടെ ആത്മാവിലാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. റോമാലേഖനം 6:4 പറഞ്ഞിരിക്കുന്നു, പിതാവിന്റെ മഹത്വത്തിലാണ് എഴുന്നേറ്റിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ വ്യാപാര ശക്തിയാലാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അതായത് ആദാം പാപം ചെയ്തപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടത് ക്രിസ്തുയേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവന് തിരികെ കിട്ടി. 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കല്ല, എന്നേക്കും. ആ കിട്ടിയ സമയത്താണ് തർക്കം തീർന്നത്. എങ്ങനെ തർക്കം? നീ ദൈവപുത്രനെങ്കിൽ അത് ചെയ്യ്, ഇത് ചെയ്യ്. അവൻ ദൈവപുത്രനല്ല എന്നുള്ള വാദം അതോടുകൂടി തീർന്നു. കാരണം ഈ ദൈവത്തിൻ്റെ സ്വപുത്രൻ്റെ ആത്മാവിനാലാണ് അവൻ ഉയർത്തെഴുന്നേറ്റത്. ഇനി ഒരിക്കലും മരണമില്ല. ഇനി ഒരിക്കലും മരണത്തിന് അവൻ്റെ മേൽ അധികാരമില്ല. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയവനാണ് ദൈവം തേജസ് കൊടുത്തത്. അങ്ങനെ
മാനവരാശിക്ക് നഷ്ടപ്പെട്ട ദൈവിക പുത്രത്വം യേശു ക്രിസ്തു തിരികെ പ്രാപിച്ച വിധമാണ് നമ്മളിവിടെ ഗ്രഹിപ്പാനിടയായി തീർന്നത്. ഇപ്പോഴും ഒരു വാക്ക്, ഒരു വശം നമ്മൾ ചിന്തിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. ചിന്തിച്ച് പകുതിയെ നിർത്തിയേ ഉള്ളൂ. യേശുവിൻ്റെ ആത്മാവ് പരദേശിയായിരുന്നല്ലോ, പ്രവാസിയായിരുന്നല്ലോ. അവൻ്റെ സ്വദേശം സ്വർഗമാണ്. സ്വർഗത്തിൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായിട്ടാണ് അവൻ ഇരിക്കുന്നത്. ആ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനായിട്ടിരുന്ന ദൈവപുത്രനും ഭൂമിയിൽ ദാസരൂപത്തിൽ വന്ന മനുഷ്യനായ യേശുവിൻ്റെ ദേഹിയും തമ്മിലുള്ള ബന്ധമെന്ത്? അത് തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഈ കാര്യം അതും കൂടി നാം ഗ്രഹിച്ചാലേ ഈ പഠനത്തിൻ്റെ പൂർത്തീകരണം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനപ്രകാരം യേശു മനുഷ്യവംശത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്നറിയുവാൻ നമ്മൾ ഈ ചരിത്രം ഇങ്ങനെ തന്നെ വചനവ്യവസ്ഥ പ്രകാരം വചനത്തോടു കൂട്ടി ചിന്തിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടതാകുന്നു.